കടക്കുപുറത്ത് എന്ന് പറയാൻ സമയമായി. ചില ഇടത് സഹയാത്രികരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചുവന്ന സാമ്രാജ്യം, ഇടത് പ്രസ്ഥാനം, റെഡ് സല്യൂട്ട്, അങ്ങനെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ PV അൻവറിൻ്റെ ചിത്രം വെച്ചിട്ട് ഈ കമൻറ്റ് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ PV അൻവറിൻ്റെ FB പോസ്റ്റ് ഒന്ന് പരിശോധിക്കും. PV അൻവറും ഇത് തന്നെ എഴുതിയിരിക്കുന്നു. ആരോടാണ് കടക്കുപുറത്തെന്ന് പറയാൻ സമയമായി എന്ന് പറയുന്നിടത്താണ്, അല്ലെങ്കിൽ എന്ന് അറിയുന്നിടത്താണ് ഈ വാചകത്തിലെ നമുക്ക് ഇതിൻ്റെ വാചകത്തിൻ്റെ പ്രസക്തി മനസ്സിലാകുന്നത്. കടക്കുപുറത്തുനിന്ന് ഈ പുഴുക്കുത്തുകളോട് പറയുമെന്നാകണം, അല്ലെങ്കിൽ അത് പറയാൻ നേരമായി എന്നാകണം PV അൻവർ ഉദ്ദേശിച്ചത്. എന്നാൽ പാർട്ടി സഖാക്കൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാണ്. PV അൻവറിനോട് കടക്കുപുറത്തെന്ന് പറയാൻ സമയമായി എന്നാണ് പാർട്ടി സഖാക്കളുടെ ഗ്രൂപ്പുകളിലെ ചർച്ച. ഏതായാലും ഈ കടക്കുപുറത്ത് അവിടെ നിൽക്കട്ടെ. PV അൻവർ ഓൾറെഡി പുറത്താണ്. അതുപോലെ KT ജലീൽ, കാരാട്ട് റസാക്ക്, ഇവരൊക്കെ ഈ 3 പേരും കൂടി ഇപ്പോൾ CPM-നെ എടുത്ത് മലമറിച്ച് ആഭ്യന്തര വകുപ്പിനെ ശുദ്ധീകരിച്ച് P ശശിയെ ചവിട്ടിപ്പുറത്താക്കി ഇവിടെ ഒരു വിപ്ലവം ഉണ്ടാക്കുമെന്നായിരുന്നു പലരുടെയും പ്രതീക്ഷയും ഇഷ്ടവും. എന്നാൽ അൻവറിൻ്റെ വിപ്ലവം മുളയിലെ പാർട്ടി നുള്ളി. ഒന്ന്, അൻവർ മാധ്യമങ്ങളിൽ, അതായത് പൊതുവേദികളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ അത് കൊണ്ടത് പിണറായിക്ക് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. കാരണം ADGP-ക്കെതിരെ പറഞ്ഞാലും P ശശിക്കെതിരെ പറഞ്ഞാലും ചെന്ന് ശരം കൊള്ളുന്നത് മുഖ്യമന്ത്രിയുടെ പിടലിക്കാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അൻവറിനെ വിളിപ്പിച്ച് പരാതി എഴുതി വാങ്ങി. അവിടെ കഥ കഴിഞ്ഞു. പുലിയായി വന്നവൻ എലിയായി പോയി എന്നത് തന്നെയാണ്. അപ്പോൾ അൻവർ പറഞ്ഞു, എലി അത്ര മോശം ജീവിയല്ല എന്ന് പറഞ്ഞു. ഉടനെ പിറ്റേ ദിവസം പാർട്ടി സെക്രട്ടറിയെ കണ്ടു. സെക്രട്ടറിയും പരാതി എഴുതി വാങ്ങി. ഇതൊക്കെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ എലിയായി AK സെന്ററിലേക്ക് പോയ ആള് പുലിയായി തിരിച്ചു വന്നു. ഇപ്പോൾ പുലി എവിടെയാണ്? പുലി എലിയായി തന്നെ മാളത്തിലിരിപ്പാണ്. കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് PV അൻവർ തുടങ്ങിയിരുന്നു. വാട്സപ്പ് നമ്പർ പ്രസിദ്ധീകരിച്ചിരുന്നു. പോലീസിനെതിരെയുള്ള പരാതികൾ ഇതിൽ അറിയിക്കാമെന്ന്. ഏതോ വിദഗ്ധന്മാർ അല്ലെങ്കിൽ വിദ്വാൻമാർ ആ നമ്പർ ഹാക്ക് ചെയ്തു. അതിന് സ്പാം റിപ്പോർട്ട് അടിച്ചു കൊടുത്തു. അത് ലോക്ക്ഡൗൺ. ഇപ്പോൾ പുതിയ നമ്പർ അൻവർ വീണ്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താകുമെന്നറിയില്ല. ഇപ്പോൾ പറയുന്നത് അൻവറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാട് എന്താണെന്ന് കൂടി പരിശോധിച്ചിട്ട് KT ജലീലിലേക്കും കാരാട്ട് റസാഖിലേക്കും വരാം. അൻവർ പറയുന്നത് എന്താണ്? അൻവർ പറയുന്നത് സർക്കാരിനെതിരെ ഇനി ഒരു കമാന്ന് അക്ഷരം വേണ്ടില്ല, അതായത് രാഷ്ട്രീയം ഒരു കമാന്ന് അക്ഷരം വേണ്ടില്ല. എന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ ഓരോരുത്തരെയും പുറത്താക്കുന്നത് വരെ പോരാട്ടം തുടരുമെന്നാണ് ആ മഹാന്റെ വെല്ലുവിളി. അവിടെയാണ് പാർട്ടി സഖാക്കൾ തന്നെ പറയുന്നത് കടക്കുപുറത്തെന്ന് പറയാൻ സമയമായി എന്ന് അൻവറിനെ നോക്കി പറയുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പറയുന്നതൊക്കെ ചെന്നേൽക്കുന്നത് സർക്കാരിനല്ലേ? സർക്കാർ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്കും മറ്റ് വകുപ്പ് മന്ത്രിമാർക്കുമല്ലേ ചെന്നേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ റസാക്കിൻ്റെ വിപ്ലവത്തെ, റസാക്ക് ബോംബിനെ മുളയിലെ നുള്ളി, മുളയിലെ നിർവീര്യമാക്കി എന്ന് പറയുന്നതാകും അക്ഷരാർത്ഥത്തിൽ ശരി. ഇനി ആ സ്വതന്ത്ര ബന്ധം, അല്ലെങ്കിൽ CPM പിന്തുണയോടെയുള്ള സ്വതന്ത്രൻ, അല്ലെങ്കിൽ CPM-ന്റെ സഹയാത്രികൻ എന്നൊക്കെയുള്ള ആ വിളി വഷളത്തരം നിറഞ്ഞതായി മാറും എന്ന് സഖാക്കൾ തന്നെ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഇയാളെ കടക്കുപുറത്തെന്ന് പറയാൻ നേരമായി എന്ന് സഖാക്കൾ ആത്മ അഭിമാനത്തോടുകൂടി പറഞ്ഞിരിക്കുകയാണ്. അൻവർ എന്ത് പ്രതികരിക്കുമെന്നറിയില്ല. അൻവർ ഇതൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതുപോലെ KT ജലീൽ ആദ്യം വലിയ വീറും വാശിയോടും കൂടി അൻവറിൻ്റെ പോസ്റ്റുകൾക്ക് പിന്തുണ, അൻവറിനൊപ്പം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രംഗത്ത് വന്നു. ഇപ്പം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. രക്തസാക്ഷികളുടെ രക്തത്തിനേക്കാൾ വില കൂടുതൽ ഗുരുവിൻ്റെ മഷിക്കാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കളഞ്ഞു. ഇപ്പോൾ KT ജലീലോടെ KT ജലീലിനെയും വാഴച്ചു. കാരാട്ട് റസാഖ് ഉൾട്ടയായി നേരെ തലതിരിഞ്ഞു. കാരാട്ട് റസാഖ് ആദ്യം ഭയങ്കര വിപ്ലവമൊക്കെ പറഞ്ഞെങ്കിലും തൻ്റെ കൺകണ്ട ദൈവം പാണക്കാട് സൈദലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ പിണറായി വിജയനും എന്നാണ്. 2ാം തവണയും മുഖ്യമന്ത്രി ആയതോടുകൂടി പിണറായി വിജയൻ ജനങ്ങൾക്കിടയിൽ ദൈവതുല്യനാണ് എന്നൊക്കെ തരത്തിലാണ് കാരാട്ട് റസാഖിൻ്റെ വാദം. അപ്പോൾ ഈ 3 പേരുടെയും തലതെറിക്കും, എങ്ങനെ പാർട്ടിയുമായുള്ള അല്ലെങ്കിൽ ഇവരുടെ അധികാര സ്ഥാപനങ്ങളുമായുള്ള അല്ലെങ്കിൽ MLA കസേര, MLA സ്ഥാനം, ഇതൊക്കെ ഇനി അവർക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ സംശയം വന്നു തുടങ്ങി. കാരണം പാർട്ടി ഇവരെ പിന്തുണയ്ക്കില്ല എന്ന് ഒരു സംശയം ജനിപ്പിച്ചു തുടങ്ങി പാർട്ടി അണികളും അതുപോലെ തന്നെ പാർട്ടി ഗ്രൂപ്പുകളും നേതാക്കളും. ഒരു വിഭാഗം നേതാക്കൾ PV അൻവറിനൊപ്പം ഉണ്ടെന്നായിരുന്നു ഒരു ധാരണ. ആ നേതാക്കളൊക്കെ പത്തിമടക്കി ഇരിപ്പാണ്. ഏതായാലും MR അജിത് കുമാറിൻ്റെ RSS വിവാദത്തിൽ സർക്കാർ എന്തെങ്കിലും നടപടി എടുക്കുമോ എന്ന് നമുക്ക് കണ്ടറിയണം. ഒപ്പം തന്നെ അൻവർ, KT ജലീൽ, കാരാട്ട് റസാക്ക ഇവർ പത്തിമടക്കിയതിനെ കടക്ക് പുറത്തുന്ന ഭയം കൊണ്ടാണോ എന്നും
വരും നാളുകളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.